കണ്ണൂരിന്റെ ദേശചരിത്രം തേടി കുട്ടികളുടെ പഠനയാത്ര. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ആയന്നൂർ യുവശക്തി പബ്ലിക് ലൈബ്രറി 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ബാലവേദി കുട്ടികൾക്കായി പഠനയാത്ര ഒരുക്കിയത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മാടായിപ്പാറയിലായിരുന്നു ആദ്യ സന്ദർശനം. മാടായിപ്പാറയിലെ ജൂതക്കുളം ഉൾപ്പെടെയുള്ള പാറപ്പള്ളങ്ങളെക്കുറിച്ചും കുട്ടികൾ മനസ്സിലാക്കി. തുടർന്ന് പറശ്ശിനിക്കടവിൽ നിന്നും വളപട്ടണത്തേക്ക് ബോട്ട് യാത്ര നടത്തിയ കുട്ടികൾ പരിസ്ഥിതി, പുഴ സംരക്ഷണം, കണ്ടൽക്കാടുകൾ, ജലഗതാഗതം, ടൂറിസം തുടങ്ങിയവയെക്കുറിച്ചും മനസ്സിലാക്കി. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലായിരുന്നു പിന്നീട് കുട്ടികൾ എത്തിച്ചേർന്നത്. പഞ്ചായത്ത് അംഗം PJ പ്രജിത്ത്, ലൈബ്രറിയൻ ബിനോയ് മാത്യു എന്നിവർ ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. ഇവിടെ കുട്ടികൾക്കായി നടത്തുന്ന ക്രിയേറ്റീവ് ഹോം പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾ നേരിൽ കണ്ടറിഞ്ഞു. കുട്ടികളുടെ വായനശാലയെക്കുറിച്ചും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ലൈബ്രറിയൻ ബിനോയ് മാത്യു കുട്ടികളോട് വിശദീകരിച്ചു. അപ്പോൾ നമ്മൾ ജനുവരിയിലാണ് കണ്ടുമുട്ടുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ ഡിസംബർ വരെ നമ്മളുണ്ട് സമയം. 2000 ബോട്ടിൽ കയറി വളപട്ടണം പുഴ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ പുഴയാണ്. അത് മാത്രമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയാം? നിങ്ങൾ കണ്ടൽ എന്ന് കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ഏതാണ്? ആ കണ്ണൂർ ജില്ലയിൽ കണ്ടൽക്കാട് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് അറിയാം? പുഴയുടെ ക്യാച്ച്മെന്റ്. അതിനെ കുറേ ഐലൻഡൊക്കെ കണ്ടു, ദ്വീപുകളൊക്കെ കണ്ടൽക്കാടുകൾ. ചരിത്രമുറങ്ങുന്ന കണ്ണൂർ കോട്ടയും പയ്യാമ്പലം ബീച്ചുമെല്ലാം സന്ദർശിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. പഠനയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം ലൈബ്രറി രക്ഷാധികാരി TB പ്രസാദ് നിർവഹിച്ചു. പ്രസിഡന്റ് PV പുരുഷോത്തമൻ, സെക്രട്ടറി CD പ്രശാന്ത്, ലൈബ്രറിയൻ ആതിര സരിത്, പ്രോഗ്രാം കോർഡിനേറ്റർ MP വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.